Good afternoon all. Okay, can you still the voice okay now? ആണോ? കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എങ്ങനെ ഡോക്ടറുകളുണ്ടോ? പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ് നമ്മൾ എടുത്തത്. അല്ലേ, പ്രോസസ്സിൽ ഫസ്റ്റ് process of defining objectives, preparing job analysis, performing job analysis, designing job descriptions and job specifications, controlling job descriptions and job specification. Order അനുസരിച്ചിട്ട് പരിശോധിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാം. നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ അതിലെന്താ പറയുന്നത്, ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഇസ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ അനാലിസിസ്. ദ ഒബ്ജക്റ്റീവ് കുഡ് ബി either the following അല്ലെ. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണോ. ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം അവിടെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാനായിരിക്കും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പോ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ്ലി നോക്കുക എന്താണ്, റീഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു അനാലിസിസ് നടത്തുമ്പോൾ ജോലിയെ കുറിച്ചിട്ട് വിശകലനം നടത്തുകയാണ് ചെയ്യുന്നത്. ആ വിശകലനം നടത്തുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഉള്ള ജോലിയെ ഒന്നും കൂടി റീഡിസൈൻ ചെയ്യുക അല്ലെ. റീഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ടോ അല്ലെ, ഒന്നുകൂടി അതിനനുസരിച്ചിട്ട് റീഡിസൈൻ ചെയ്യുക. അതല്ലെങ്കിൽ റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാംസ്. എന്തെങ്കിലും കോമ്പൻസേഷൻ ഇൻ കേസ് ആ ജോലി നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസിന് അല്ലെ സൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ. അപ്പൊ ആ കോമ്പൻസേഷനെ കുറിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ചേഞ്ച് ചെയ്ത ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ, ആ ഒരു ഘടനയ്ക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ടോപ്പ് ലെവൽ മുതൽ അല്ലെ ഫീൽഡ് വർക്കേഴ്സ് സബോർഡിനേറ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ലെവലായിരിക്കും, ആ സ്ട്രക്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഏതെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പൊ അനാലിസിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിശകലനം ചെയ്യാണ് അല്ലെ. അപ്പൊ എല്ലാത്തിനെയും കുറിച്ചിട്ട് നമുക്ക് എന്താണ് എവിടെയാണ് ആ ഒരു അനാലിസിസ് നടത്തേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വേണമെങ്കിൽ കോമ്പൻസേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിശകലനമായിരിക്കും. റീഡിസൈൻ ദ ജോബ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് മാത്രം അല്ലെ. നമുക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് അല്ലെ. അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. Once the objective is selected, it should be well communicated to the top management because with its support only the changes can be made in the organization. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തില് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എവിടെയെങ്കിലും ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ജോലിയെ വിശകലനം ചെയ്യണമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലുമൊക്കെ അല്ലെ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ കോമ്പൻസേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വിശകലനം ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തീരുമാനം നമുക്കറിയാം അല്ലെ, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടപ്പാക്കി കിട്ടണമെങ്കിൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരുടെ പ്രത്യേക സപ്പോർട്ട് വേണം അല്ലെ. ടോപ്പ് മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അല്ലെ ഒരു ഡിസിഷൻ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആരായിട്ട് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലെ. അത് എന്തെങ്കിലും സപ്പോർട്ട്, അവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് ചേഞ്ചസ് ഓർഗനൈസേഷനിൽ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ആണ് ഫസ്റ്റ് അനാലിസിസിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? ഓക്കെ, അപ്പൊ അത് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ എപ്പോഴും കാണാറുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അല്ലെ മോസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി എഴുതുക ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ജോബ് അനാലിസിസ്. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. ഈ ജോബ് അനാലിസിസിനെ കുറിച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തണം. അപ്പൊ ആഫ്റ്റർ സെറ്റിംഗ് എ ഒബ്ജക്റ്റീവ്, അപ്പൊ നമ്മൾ കണ്ടു ഏതിനെങ്കിലും വേണമെങ്കിൽ ലക്ഷ്യമെടുക്കാം അല്ലെ. നമ്മൾ എന്തെങ്കിലും കോമ്പൻസേഷൻ ആണെങ്കിലും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിലും ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് വീണ്ടും റീഡിസൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഒബ്ജക്റ്റീവ്, ഈ ഒരു ലക്ഷ്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ദ കൈൻഡ് ഓഫ് ജോബ് ദാറ്റ് ആർ ടു ബി അനലൈസ്ഡ് ആർ സെലക്ടഡ്. ഓക്കെ, ഏത് തരത്തിലുള്ള ജോലിയാണ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. whether the clerical jobs, managerial jobs, division specific jobs, etc. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം ന്യൂറോളജിന്റെ, നെഫ്രോളജിന്റെ, കാർഡിയോളജിന്റെ അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഏത് ജോലിക്കാരിലാണ് നമുക്ക് അനലൈസേഷൻ നടത്തേണ്ടത് അല്ലെ. ഏത് ജോലിക്കാർക്കാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ഏത് ജോലിയാണ് നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാതെ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത് അല്ലെ. അത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലറിക്കൽ ജോബുകാർക്കാണോ, മാനേജറിയൽ ജോബേഴ്സിനാണോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ജീവനക്കാർക്ക് അല്ലെ, നഴ്സുമാർക്കാണോ, ഡോക്ടർമാർക്കാണോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്കാണോ, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലൊക്കെ ഉള്ള ജോലിക്കാർക്കാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. Then also the members who are included in the analysis and the method to be used are identified. Okay, ഇനി ഇങ്ങനെ ഒരു അനലൈസേഷൻ നടത്തണമെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. At this stage, the complete review of the setting of a job description is done to have a fair insight of the duties. Okay, അപ്പൊ അതിലെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റേജിലാണ് നമുക്കൊരു കംപ്ലീറ്റ് അല്ലെ അവലോകനം, ഇതിനെ കുറിച്ചിട്ട് ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് അവലോകനം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ് അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. എന്നാലാണ് നമുക്ക് അത് കൃത്യമായിട്ട് അനലൈസേഷൻ ഒക്കെ നടത്തിയിട്ട് ഭേദഗതിയൊക്കെ വരുത്താനായിട്ട് പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയാണ് ഫയർ ഇൻസൈഡ് ഓഫ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഓർഗനൈസേഷൻ ചാർട്ട്, വർക്കിംഗ് കണ്ടീഷൻസ്, ഹസാർഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹസാർഡ്സ് നമുക്കറിയാം, അപകടകരമായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് ഇരിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ നല്ല എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ ചില ജോലികൾക്ക് വേണം അല്ലെ. നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിനാവശ്യമായിട്ടുള്ള ലൈറ്റും അല്ലെ, എല്ലാ വെന്റിലേഷനും എല്ലാം നല്ല അലൂമിനിയം ആയിട്ടുള്ള ഒരു വെളിച്ചവും എല്ലാം നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ അല്ലെ, അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണം. ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ മാത്രമല്ല, ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ആ ജോലിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ അതനുസരിച്ചിട്ട് മാത്രമാണ് വേരിയേഷൻസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രൊഫഷണേറ്റ് ആയിട്ടുള്ള അല്ലെ, കൃത്യമായിട്ട് അതിന്റെ ആ നേച്ചറിനോട് ചേർന്ന വിധത്തിലുള്ള ഡ്യൂട്ടിയും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ദെൻ എന്താണ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ്. നമുക്കറിയാം ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അല്ലെ. നമുക്ക് ക്ലറിക്കൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റു കാര്യങ്ങളെ കൊണ്ട് അല്ലെ ഒരു അപകടപരമായിട്ടുള്ള കാര്യങ്ങൾ തരണം ചെയ്യേണ്ട അപ്ലിക്കേഷൻസ് ഒന്നും എടുക്കേണ്ട വരില്ല.
അതേസമയം നമുക്കറിയാം ഒരു മെക്കാനിക് മെഷീൻ അല്ലെ, മെഷീൻ ഓപ്പറേറ്റർ തീർച്ചയായിട്ടും എന്താണ് മൂർച്ചയുള്ള യന്ത്ര സാമഗ്രികളൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ അത്തരം ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ കുറെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും. അപ്പൊ ജോലിയുടെ അനുസരിച്ചിട്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻസും അവരുടെ സ്കില്ലും നോളജ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് മറ്റു അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ജോബ് അനാലിസിസിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ജോലി ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളെ കുറിച്ചിട്ട്, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വിലയിരുത്തുക എന്നുള്ളത്. വീണ്ടും പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ് എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ് ആണ്. അങ്ങനെ പെർഫോമിംഗ് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഇതില് സെക്കൻഡ് പോയിന്റില് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ദ കംപ്ലീറ്റ് റിവ്യൂ ഓഫ് എക്സൈറ്റിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ഡൺ ടു ഹാവ് എ ഫെയർ ഇൻസൈറ്റ് ഓഫ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെ. അവിടെ ആ ഒരു സ്റ്റേജില് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ അറിയേണ്ടതാണ് അല്ലെ. ആ സ്റ്റേജിലാണ് അത് അറിഞ്ഞിരിക്കുന്നത്. ഏത് സ്റ്റേജില്? പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് സ്റ്റേജിലാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അറിയുന്നത് അല്ലെ, വിലയിരുത്തി വെക്കേണ്ടത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഏത് സ്റ്റേജിലാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. ഓക്കെ, നമുക്കറിയാം ഹസാർഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടതാണ് അല്ലെ. പിന്നെ എന്താണ് നെക്സ്റ്റ് നോക്കാറുള്ളത്? ഈ ഒരു പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് ആണ്. അപ്പൊ നേരത്തെ പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പോയിന്റിൽ എന്താണ്? പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ് ആണ് അല്ലെ. അത് പെർഫോം ചെയ്തിട്ട് നമ്മൾ കുറെ അനലൈസേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രമീകരണം നടത്തണം അല്ലെ. ഏതൊക്കെയാണോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ മുൻതൂക്കം കൊടുക്കണമെന്നൊക്കെ ഒരു ക്രമീകരണമാണ് ആവശ്യമാണ്. അപ്പൊ നോക്കാം അതിലെന്താന്ന് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഇസ് ടു പെർഫോം ഓർ ബിഗിനിങ് വിത്ത് ദ ജോബ് അനാലിസിസ്. ഓക്കെ, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നപ്പോ ജോബ് അനാലിസിസ് ഇസ് ടു പെർഫോം ഓർ ബിഗിൻ വിത്ത് ജോബ് അനാലിസിസ്. ജോബ് വിലയിരുത്തലിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. Sufficient time should be allotted for collecting the job details from the employees. ഓക്കെ, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. ഡിപ്പാർട്ട്മെന്റിന് ശേഷം ഏത് ജോലിക്കാരെയാണ് വിലയിരുത്തേണ്ടതെന്ന് തീരുമാനിച്ചു. ആ ജോലിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യകതയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി. അതിനുശേഷം നമുക്കറിയാം കളക്ടിങ് ദ ജോബ് ഡീറ്റെയിൽസ് ഫ്രം ദ എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിൽ നിന്നും അല്ലെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The information from the employees can be collected through questionnaires, interviews, or through an observation methods. Okay, നമുക്കറിയാം എന്താണ് നമ്മൾ പലതരത്തില് ഈ എംപ്ലോയീസിൽ നിന്ന് വിലയിരുത്തൽ അല്ലെ അവരുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ കുറച്ച് ധാരണകൾ ധരിച്ചു വെച്ചാൽ അത് തന്നെ നടപ്പാക്കാൻ പറ്റില്ല അല്ലെ. എംപ്ലോയീസിൽ നിന്നും അത് ചെയ്യുന്ന വർക്കേഴ്സിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള അല്ലെ പ്രാക്ടിക്കലി നോളജ്, അതായത് അവരാണ് വർക്കേഴ്സ്. സോ അവർക്കാണ് നോളജ് കൂടുതൽ ഉണ്ടാവുക അല്ലെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളത്. സോ അനുഭവസ്ഥരായിരിക്കും നല്ല നല്ല ഇൻഫോർമേഷൻസ് പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫോർമേഷൻസ് പല രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണെന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂസ്, ഓൾസോ ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ഓക്കെ, വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവുക. ഇൻഫോർമേഷൻസ് എംപ്ലോയിൽ നിന്നും എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻസ് തരാറുണ്ടോ, ഓക്കെ ആണോ, നിങ്ങൾ അതിൽ മതിയായ രീതിയിൽ തന്നെയാണോ, നിങ്ങൾക്ക് ഇൻ കേസ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന മിഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അല്ലെ, അവരെ കുറിച്ച് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് നേരിട്ട് ക്വസ്റ്റ്യൻ നടത്തിയിട്ട് ചോദിച്ചറിയാം അല്ലെ. ഇന്റർവ്യൂ ആണെങ്കിലും പേഴ്സണലി നമുക്ക് വിളിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ഒബ്സർവേഷൻ മെത്തേഡ്, അവർ ചെയ്യുന്ന ജോലിയിൽ നിന്നും വിലയിരുത്താനായിട്ട് സാധിക്കും. ചിലർക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, ചിലർക്ക് ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻസ് പോരായ്മകൾ കൊണ്ട് അവർക്ക് പലതും ചെയ്യാനായിട്ട് സൗകര്യക്കുറവ് കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അത് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
After collecting the information, it must be organized on the basis of its nature, division, department. Okay. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എന്താണ് അവിടെ ഓർഗനൈസ് അല്ലെ ക്രമീകരിക്കുക. എന്തിന്റെ ബേസില് ആ ഓരോ ജോലിയുടെയും നേച്ചർ അനുസരിച്ചിട്ട് ഡിവിഷൻ അല്ലെ ഡിപ്പാർട്ട്മെന്റ് ബേസ് അനുസരിച്ചിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് പോയിട്ട് നമ്മൾ ഇപ്പൊ എടുത്തു, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റെപ്പ് എന്താണ്? ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് പോവാ. ഇതിൽ നമ്മൾ പറഞ്ഞു ഇൻഫോർമേഷൻസ് എംപ്ലോയിൽ നിന്ന് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യണമെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 3 പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോവാം. എന്തെങ്കിലും ഡൗട്ട്? അടുത്ത പോയിന്റിലേക്ക് പോവാം. കണ്ടിന്യൂ ചെയ്യാലോ? റെസ്പോണ്ട് ചെയ്ത് പോവാട്ടോ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം. എന്താണ്? ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇതില് നമ്മൾ കണ്ടതാണ്. അതായത് ജസ്റ്റ് അവിടെ ഒരു അല്ലെ മുകളിലെ പാരഗ്രാഫ് നമ്മൾ ജസ്റ്റ് താഴെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. നമ്മളിപ്പോ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ദ ജോബ് അനലിസ്റ്റ് ക്രിയേറ്റ്സ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻസ്. അപ്പൊ ഇതെല്ലാം ഈ സ്റ്റേജിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് അനലിസ്റ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ജോലിയെ കുറിച്ചിട്ടും ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സിനെ കുറിച്ചിട്ടുമുള്ള ഒരു ഡ്രാഫ്റ്റ് അല്ലെ, അതാണ് കറണ്ടാണ് അദ്ദേഹം തയ്യാറാക്കുന്നത്. After organizing the information, the changes that need to be made in the jobs is identified and is written on a paper. അല്ലെ, അവര് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം എന്താണ് അവര് അല്ലെ അവിടെ തീർച്ചയായിട്ടും ഓർഗനൈസ് ചെയ്യുന്ന അല്ലെ അവിടെ അനലിസ്റ്റ് എന്ത് ചെയ്യും? വിലയിരുത്തപ്പെടുന്ന വ്യക്തി എന്താ ചെയ്യുക? കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് ജോലിയിൽ ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ വേണം അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടാവാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരാം അല്ലെ, വർക്കിംഗ് കണ്ടീഷൻസ് ചിലപ്പോൾ വേണ്ടി വരാം. അതൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കുറച്ച് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടാവാം അല്ലെ, അവരുടെ ആ ഒരു ഷെഡ്യൂൾ ക്രമം ചിലപ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടികൾക്കൊക്കെ ചിലപ്പോൾ ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടാവാം അല്ലെ. അവരുടെ ആ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം തന്നെ അവിടെ റിട്ടൺ ആയിട്ട് തന്നെ പേപ്പറിൽ എഴുതുന്നു. Once the draft gets prepared, it is passed on to the managers, supervisors and the employees. Okay. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയതിനു ശേഷം എന്താണ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ എന്താണ് മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനൊക്കെ കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു വലിയ ഓർഗനൈസേഷന്റെ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തണേ എന്നുള്ള ഒരു കാര്യം കുറച്ചിട്ട് ലക്ഷ്യമിടുന്നു. എന്നാൽ അത് വ്യത്യസ്ത രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നമ്മൾ എത്തി നിൽക്കുന്നു. അവസാനം എന്താണ് അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. ദെൻ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അല്ലെ അനലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുന്നു. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? അതായത് ഏത് ജോലിയാണോ ആ ജോലിക്ക് എന്തൊക്കെ വേണം അല്ലെ, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇത്ര സമയമെടുത്ത് ഇത്രയും റിസ്കുകളുണ്ട് ഈ ജോലിക്ക്, ഇത്രയും ഫെസിലിറ്റീസ് എൻവയറമെന്റൽ ചേഞ്ചസ് ഒക്കെ ഇതിന് ആവശ്യമാണ് അല്ലെ. ചിലപ്പോൾ ലൈറ്റിംഗ് വേണം, ചിലപ്പോൾ എന്താണ് ഇലക്ട്രിക്കിന്റെ പവർ ആവശ്യമുണ്ടെങ്കിൽ അത് വേണം, എയർ കണ്ടീഷൻ വേണമെങ്കിൽ അത് വേണം അല്ലെ.
വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അവൈലബിൾ ആക്കണം. പിന്നെ അതേമാതിരി തന്നെ സ്പെസിഫിക്കേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള, ഈ ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സണ് ഇന്ന സ്കില്ല് വേണം, ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം, അല്ലെ, ചിലപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്നത് വൺസ് ദ ഡ്രാഫ്റ്റ് ഗെറ്റ്സ് പ്രിപ്പയർഡ് ഇറ്റ് പാസ്ഡ് ഓൺ ദ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അത് ആർക്കൊക്കെ കൈമാറണം? മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ അത് കൈമാറ്റം ചെയ്യും. ഓക്കെ അല്ലേ? ഫോർത്ത് പോയിന്റ് ഓക്കെയാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? പിന്നീട് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു കൺട്രോളിംഗ്, അല്ലെ, ഒരു നിയന്ത്രണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. Therein the job descriptions and the specifications are timely checked and modified according to the changing needs of the organization. Okay, അവിടെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഈ പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇതിൽ പ്രത്യേകമായിട്ടുള്ള പറയാൻ കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തില് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള തൊഴിലാളികളെ വെച്ചിട്ട് മുന്നേറി കഴിഞ്ഞാൽ ചിലപ്പാണെങ്കിൽ ആ കമ്പനി കൂട്ടി പോകേണ്ട വരും. സാധ്യതയുണ്ടാവും. ഉണ്ടാവോ? അങ്ങനെയുള്ള ചാൻസ് ഉണ്ടാവോ? ശരിയാണോ? ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെ, പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സും കുറച്ച് പഴയ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ ഉള്ള, അല്ലെ, എംപ്ലോയീസിനൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നേറാൻ പോയി കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ വേണമെങ്കിൽ ആ കമ്പനിക്ക് നഷ്ടം സംഭവിക്കാം. അത് കൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തില് പുതിയ പുതിയ ഫെസിലിറ്റി ഉള്ള കാര്യങ്ങളെ തേടിയിട്ടായിരിക്കും എല്ലാവരും നെട്ടോട്ടം പോകുന്നത്, അല്ലെ. അപ്പൊ പഴയതിനെ കുറിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സ്പീഡിലി ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്തു പോകാനായിട്ട് പറ്റിയെന്ന് വരും. ശരിയാണോ? ആണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പഴയ കാര്യം തന്നെ പുലർത്തിപ്പോയാൽ മതിയാവും. അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവോ? ഉച്ചതിരിഞ്ഞുള്ള ക്ലാസ് അല്ലേ? നിങ്ങളിങ്ങനെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിട്ട് വരില്ലേ? ശരിയാണ്, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അങ്ങനെ ഡൗൺ ആയി പോകാനായിട്ട് നമ്മുടെ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. യെസ്, ഓക്കെ. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻസ്, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ടൈമില് ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജോബിൽ ഇച്ചിരി മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, ഇന്ന മെഷീൻസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, എക്യുപ്മെന്റ് ഒക്കെ പഴയതാണ്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാഫിനെ കുറച്ച് ട്രെയിനിങ്, പുതിയ നോളജ് ഉള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതാണ്. അവരുടെ സ്കില്ലോ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ടൈമിലി നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അതിന്റെ മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. അതിനുശേഷം ഓർഗനൈസേഷന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജോബ് അനാലിസിസിലെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ജോലിയെ വിലയിരുത്തുക എന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ബിസിനസ് വലിയ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുമ്പോഴും എവിടേക്കോ ഒരു, അല്ലെ, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നാൽ ആ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റാണ്, ഏത് മേഖലയാണെന്ന് കണ്ടെത്തുക. ഞാൻ അവിടേക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഫോർമേഷൻസ് പല രീതിയിൽ കളക്ട് ചെയ്യാൻ സാധിക്കും. ആ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് അനലിസ്റ്റ് നടത്തും. അതായത് എഴുതി തയ്യാറാക്കും. ദെൻ അതിനുശേഷം ആ എഴുതി തയ്യാറാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ടൈമിലി അത് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും, അല്ലെ. ഇത് തീർച്ചയായിട്ടും ഈ ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷൻസും ടൈമിലി ചെക്ക് ചെയ്ത് പോകേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് മോഡിഫിക്കേഷൻ നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ,
അപ്പോ ആ ഒരു കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് അതിന്റെ ജോബ് സ്പെസിഫിക്കേഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതിന്റെ സ്റ്റെപ്സ് ഓക്കെ അല്ലേ? ണോ? അവരുടെ ചാർട്ട് അനുസരിച്ചിട്ടുള്ള 5 സ്റ്റെപ്സ് നമ്മളിപ്പോ കവർ ചെയ്തു. Preparing objectives, preparing job analysis, then performing job analysis, designing job descriptions and job specifications, controlling job descriptions and job specifications. അപ്പൊ അത് ഓർഡർ അനുസരിച്ചിട്ട് തന്നെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പോവാം. The job analysis result in job descriptions and the job specifications. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജോബ് അനാലിസിസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുമ്പിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ജോലി ചെയ്യുന്ന അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ അല്ലെ, ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച സ്കിൽ ആൻഡ് നോളജ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയാണ്. ഒരു ക്ലിയർ പിക്ചർ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് ജോബ് അനാലിസിസ് റിസൾട്ട് ഇൻ ദ job description and the job specification. Okay, the job descriptions comprise of job duties, level of responsibilities, working conditions, etc. Okay, job description le endana പ്രതിപാദിക്കുന്നത് നമുക്കറിയാം. ജോലിയാണ്, എന്തൊക്കെയാണ് ജോലിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെ വേണം അല്ലെ, അപ്ലിക്കേഷൻസ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോലിയെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുക. ആൻഡ് whereas the job specification tells about the skills, education, background, qualification, training, communication skills required to perform a specific job. ആ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യരായിട്ടുള്ള പേഴ്സണ് എന്തൊക്കെ കഴിവുകൾ വേണം, ബിക്കോസ് അല്ലെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണം, അവർക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫിസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്തൊക്കെ വേണം അല്ലെ, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ, ആശയവിനിമയം നടത്താനുള്ള സ്കില്ല്, അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടിയിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ എടുത്ത് പറയുന്നത്. ഞാൻ വീണ്ടും അവിടെ ഒരു ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജോബ് അനാലിസിസിലെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. നോക്കുക, ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, ഇതിൽ എന്തൊക്കെ പെടും എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സോ നിങ്ങൾ അതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ പോവാം അല്ലെ. ഇതിൽ പെടാത്തത് ഇത്, പെടുന്നത് ഇത്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, കുറെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചൊക്കെ വരാം. സോ ആ ടേബിൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം വ്യക്തമായിട്ട് ഗ്രഹിച്ചാൽ ഇത് ഓക്കെയാണ്. അതായത് ജോലി സംബന്ധമായ വിവരങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷനിലുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷനിലെ ജോബ് ടൈറ്റില്, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് റിപ്പോർട്ടിംഗ് ടു ആർക്കൊക്കെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ജോലിയുടെ ഉള്ളടക്കം അല്ലെ, എന്ത് ജോലിയാണ്, ജോലിയുടെ ലൊക്കേഷൻ എവിടെയാണ്, ജോലിയുടെ ടൈറ്റിൽ എന്താണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണോ, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണോ അല്ലെ. വർക്കിംഗ് കണ്ടീഷൻസ്, അത് വർക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം എയർ കണ്ടീഷൻ സൗകര്യം വേണോ, അല്ലെങ്കിൽ മതിയായ ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ് ആണോ കൂടുതൽ അല്ലെ. വർക്കിംഗ് കണ്ടീഷൻസ്, ജോബ് ഡ്യൂട്ടീസ്, ജോലിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അതേമാതിരി തന്നെ മെഷീൻ ടു ബി യൂസ്ഡ്, മെഷീൻ ആയിട്ടാണോ, മെഷീൻ ഉപയോഗിച്ചിട്ടാണോ ആ ജോലി ചെയ്യേണ്ടത്. ഹസാർഡ്സ്, നമുക്കറിയാം അപകടാവസ്ഥകളൊക്കെ ഉണ്ടാവാം ചില ജോലികളെ അല്ലെ. എല്ലാ തരത്തിലുള്ള ജോലികളും അപകടാവസ്ഥ തരണം ചെയ്യണമെന്നില്ല, പക്ഷെ ഹൈ റിസ്ക് ഉള്ള ജോലികളും ഉണ്ടാവാം അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ അത് എന്തിൽ പെടുന്നത്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി വീണ്ടും നേരെ നെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻസ്. എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക്, ജോലി ചെയ്യുന്ന അനുയോജ്യമായ വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെ, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഫിസിക്കലി അദ്ദേഹത്തിന് ഏബിൾ ഒക്കെ ആയിരിക്കണം. അതോ അത്തരത്തിലുള്ള സെൻസറി ഡിമാൻഡ്സ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സുമാരെ തെരഞ്ഞെടുക്കുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവിടെ മോർച്ചറി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ICU ഉണ്ട് അല്ലെ, വാർഡ് ഉണ്ട്, എല്ലാം വ്യത്യസ്ത രീതിയിൽ നഴ്സുമാരെ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്റർവ്യൂവിൽ വിലയിരുത്തിയിട്ടാണ് അവര് കൃത്യമായിട്ട് തന്നെ അല്ലെ ഓരോ നിലയ്ക്കും പോസ്റ്റ് ചെയ്യുള്ളൂ.
ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അവർക്കുള്ള സ്കില്ലുകൾ, കഴിവുകൾ, ട്രെയിനിങ്ങുകൾ അല്ലെ, എന്തൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, എക്സ്പീരിയൻസിനൊക്കെ നിലവിൽ എന്തോരമുണ്ട്, ഇൻ കേസ് ഇന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, അക്കാദമിക് ആയിട്ടുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇത് മക്കൾ നോട്ട് ചെയ്ത് പോവുക, എപ്പോഴും കാണുന്ന ശരിയാണ്. വായിച്ചു നോക്കുക, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഓക്കെ അല്ലേ? വീണ്ടും നമുക്കറിയാം പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് അതിലേക്ക് പോവുകയാണെങ്കിൽ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ അനാലിസിസ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെ സ്റ്റെപ്പ് കവർ ചെയ്തിട്ടാണ് ജോബ് അനാലിസിസ് നടത്തുന്നതെന്ന് നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി അതിന്റെ ഉദ്ദേശങ്ങൾ അല്ലെ, ജോബ് അനാലിസിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ജോബ് ഇവാലുവേഷൻ, ജോബ് ഡിസൈനിങ്, ഡിസൈഡിംഗ് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് പാക്കേജസ്, performance appraisal, analyzing training and development needs, assessing the worth of a job, and increasing personal as well as organization productivity. അതായത് തൊഴിൽ വിശകലനം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാത്തിനും അല്ലെ പങ്കുവഹിക്കുന്നതാണ്. അതായത് നമുക്കറിയാം ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് മുതൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അല്ലെ, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാ കാര്യങ്ങളിലും ഭേദഗതികളൊക്കെ വരുത്തണം അല്ലെ. നല്ല രീതിയിൽ തന്നെ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തണം. എന്താണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ എടുത്തില്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് നല്ല യോഗ്യനായ പേഴ്സണെ നമുക്ക് റിക്രൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഒരുപാട് പേഴ്സൺസിൽ നിന്ന് ആപ്ലിക്കേഷൻസ് നമുക്ക് ലഭ്യമാക്കണം എങ്കിലാണ് ബെസ്റ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, നല്ല ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകുമ്പോഴാണ് ഒരുപാട് പേഴ്സൺസ് ഒക്കെ ആ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെ അപ്ലൈ ചെയ്യുള്ളൂ. ദെൻ അതിൽ നിന്ന് നമുക്ക് നല്ല പേഴ്സൺസിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജോബ് അനാലിസിസിൽ നമുക്കറിയാം ഇമ്പോർട്ടന്റ് റോൾ, അതായത് ഏത് ജോലിയാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഏത് ജോലിക്കാരനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകുള്ളൂ. നമുക്കറിയാം ഇന്റർവ്യൂ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അനുയോജ്യമായിട്ടുള്ള അല്ലെ അവരുടെ വൈകാരിക ബന്ധങ്ങൾ അല്ലെ, അവരുടെ അത്തരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് വരെ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഈ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ഏത് ജോലിയാണെന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തണം. ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള ഏത് തരത്തിലുള്ള പേഴ്സണെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നേരത്തെ കൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടി വരില്ലേ? എങ്കിൽ മാത്രമല്ലേ സെലക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ അല്ലെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അതനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയെ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ വ്യക്തമായ ഒരു ധാരണ ആവശ്യമാണ് അല്ലെ.
അപ്പൊ ജോബ് അനാലിസിസ് നടത്തിയാലാണ് ജോബ് സ്പെസിഫിക്കേഷനും അല്ലെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നടത്താൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അതനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നടത്താൻ സാധിക്കുന്നു. ദെൻ ജോബ് ഇവാലുവേഷൻ, ജോബിനെ കുറിച്ചിട്ട് വിലയിരുത്താൻ സാധിക്കുന്നു അല്ലെ. നമ്മളിപ്പോ ഈ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ആ ജോലിക്ക് അനുയോജ്യനായിട്ടുള്ള പേഴ്സണെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. ദെൻ ജോബ് ഡിസൈനിങ്, കൃത്യമായിട്ട് ജോലി ഇന്ന ജോലിയാണെന്ന് നമുക്ക് അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിസൈഡിങ് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് പാക്കേജസ് അല്ലെ. ഇന്ന കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും അല്ലെ, നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് അത് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്താൽ മാത്രമാണ് അവർക്ക് അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനു കൂടി അല്ലെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അപ്പൊ അത് ജോബ് അനാലിസിസ് നടത്തുന്ന ഒരു സ്റ്റേജ് അല്ലെ, ഒരു വൺ ഓഫ് ദ സ്റ്റെപ്സ് ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഓരോ തൊഴിലാളിയും എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അതനുസരിച്ചിട്ട് ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതായത് എംപ്ലോയിക്ക് അല്ലെ സാലറിക്ക് അപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. പെർഫോമൻസ് അപ്രൈസൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു നിശ്ചിത ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ന ജോലി ചെയ്യണമെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് അല്ലെ അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ചിട്ട് എന്തെങ്കിലും അല്ലെ റെഗുലേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അവര് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രൈസൽ നടത്താനായിട്ട് സാധിക്കുന്നു. ജോബ് എന്താണ് അനലൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്. ഓക്കെ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങളൊന്നും അവർക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത് ഇന്ന പ്രോബ്ലം കൊണ്ടാണ് അല്ലെ. പുതിയൊരു ഇംപ്ലിമെന്റേഷൻ സ്ഥാപിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ടും തന്നെ ആ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then assessing the worth of a job and increasing personal as well as organization productivity. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ വിലയിരുത്തലും നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷന്റെ ആ ഒരു ഉത്പാദനക്ഷമത കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. തൊഴിലാളികളെ നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്ത് ആത്മാർത്ഥമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ അവരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ എന്താ പ്രത്യേകത, ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ വ്യക്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള കോമ്പൻസേഷൻ പാക്കേജുകൾ, ട്രെയിനിങ്, ഡെവലപ്മെന്റ് പ്രോസസ്സ് അല്ലെ അതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണമെങ്കിൽ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നിർണ്ണയിച്ചു പോകേണ്ടതുണ്ട് അല്ലെ. ഇതിനൊക്കെ ആവശ്യമായിട്ട് എംപ്ലോയിൽ നിന്ന് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നല്ല പർപ്പസ് അല്ലെ നല്ല വ്യക്തമായിട്ടുള്ള ഒരു ജോബ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. ദെൻ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ ആണോ? ഇവിടെ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസിനെ ഇവിടെ ഒരു ചാർട്ട് രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ക്രിയേറ്റിംഗ് എ റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ജോബ് കാൻഡിഡേറ്റ് അല്ലെ. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നത് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ അനുയോജ്യമായ തൊഴിലിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. യോഗ്യരായ വ്യക്തിയെ, യോഗ്യതയുള്ള വ്യക്തികളെ തന്നെയായിരിക്കണം ആ തൊഴിലിന് അനുയോജ്യമായ വ്യക്തികളെ തന്നെയായിരിക്കണം ആ തൊഴിലിനെ നിയമിക്കാനായിട്ട് അല്ലെ. ഒരു ക്ലർക്കിന് എല്ലാ ക്വാളിറ്റീസും ഉണ്ടെങ്കിലാണ് അല്ലെ അവിടെ അതേമാതിരി തന്നെ ഒരു ടെക്നീഷ്യന് അല്ലെ, ടെക്നീഷ്യന് ഇന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അല്ലെ അതല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അവരെ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാൻ പാടുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടത്താൻ സാധിക്കുന്നു. പെർഫോമൻസ് അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ. ഓക്കെ, നമുക്കറിയാം ഒരു വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ജോലിയുടെ സ്റ്റാൻഡേർഡ് അല്ലെ ഇന്ന ജോലി ഇത്ര വ്യക്തികൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി സ്റ്റാൻഡേർഡ് അല്ലെ. ജോലിയും അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെയാണ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും റെക്കഗ്നേഷൻ അല്ലെ അവരുടെ ജോലി അല്ലെ വാലുവേറ്റ് ചെയ്തിട്ട് അവരെ അപ്രൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവരുടെ
നോളജ് സ്കില്ലൊക്കെ ഡെവലപ്മെന്റ് ചെയ്യുന്നു. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, നീഡ് അനാലിസിസ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലേ, നമുക്കറിയാം നല്ല കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആകും. അപ്പോ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്, അവര് നന്നായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ അവരുടെ വർക്ക് ഇതിലെ മെച്ചപ്പെട്ടതാക്കാനായിട്ട് അവർക്ക് റിവാർഡുകളും എന്തെങ്കിലും റെക്കഗ്നിഷനൊക്കെ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ്, എന്താണ് ഇതിലൊക്കെ പറയുന്നത്? ജോബ് എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ജോബ് ഡിസൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? വ്യക്തമായിട്ട് ജോലി എന്താണെന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന ജോലി അല്ലെ, ഇന്ന ജോലിക്ക് ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ അതൊക്കെ അനുസരിച്ചിട്ട് ജോബ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു. അനലൈസേഷൻ നടത്തുന്നത് കൊണ്ടാണ് അത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. റീഡിസൈനിങ് അല്ലെ, ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേണ്ട വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചിന്തിച്ച് അതിന് അനുയോജ്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. എൻറിച്ച്മെന്റ് ആൻഡ് എൻലാർജ്മെന്റ്, എന്താണ് എൻറിച്ച്മെന്റ് ആൻഡ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോ ഒരു തൊഴില് അല്ലെ, ഇൻ കേസ് ഒരു തൊഴില് ചെയ്യുക, ഒരു ടെക്നീഷ്യൻ, ഒരു എക്സാമ്പിൾ പറയാം. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് അല്ലെ കുറച്ചും കൂടി ടെക്നോളജി അനുസരിച്ചിട്ട് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ മെഷീൻ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആകാൻ, ചെറിയൊരു കംപ്ലൈന്റുകൾ ഇടയ്ക്ക് വരാൻ ചാൻസുകളുണ്ട് അല്ലെ. ചിലപ്പോൾ അത് ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലും കൂടിയും അല്ലെ, അതും കൂടിയും അവർക്ക് ട്രെയിനിങ്ങോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെ പ്രോബ്ലംസുകളൊക്കെ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും അല്ലെ. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു സ്കില്ലും കൂടിയും അവർക്ക് ട്രെയിനിങ് വഴി കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു തൊഴിൽ കൊടുക്കുന്നു. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോ എന്താണ് ചില കാര്യങ്ങൾ അല്ലെ, ചില വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നല്ല കഴിവിട്ട വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് താഴെയുള്ള സബോർഡിനേറ്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ അല്ലെ, അവർക്ക് എന്താണ് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള പവറും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു പവർ കൊടുക്കണമെങ്കിൽ എങ്കിൽ മാത്രമാണ് അവർക്ക് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാനും അവരെയൊക്കെ ഒരു തൊഴിലൊക്കെ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു അഡീഷണൽ ആയിട്ട് ഈ അധികാരങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെന്റിൽ വരുന്നത് അല്ലെ. അപ്പൊ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക, നല്ല നല്ല തൊഴിലാളികളെ മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് പിന്നെ താഴെയുള്ള അല്ലെ അവരുടെ സബോർഡിനേറ്റ്സിനൊക്കെ അധികാരപൂർവ്വം തന്നെ നയിക്കാനായിട്ടുള്ള ഒരു അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക, മീറ്റിംഗ് വിളിച്ചു കൊടുക്കാനുള്ള അധികാരം കൊടുക്കുക, അങ്ങനെയൊക്കെ അല്ലെ. ജോലിയിൽ തന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, അതോറിറ്റി കൂടി വിട്ടുകൊടുക്കുക, അധികാരങ്ങൾ കൂടി വിട്ടുകൊടുക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് തൊഴില് നൈപുണ്യത്തോടു കൂടിയിട്ട് മറ്റുള്ളവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതിന് അഡീഷണൽ ആയിട്ടുള്ള സ്കില്ല് അവർക്ക് അനുയോജ്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ വർക്ക് നല്ല പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. ജോബ് അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇന്ന വ്യക്തികൾക്ക് ഇച്ചിരി കൂടി ട്രെയിനിങ് കൊടുക്കാം അല്ലെ, ഇച്ചിരി കൂടി അധികാരം വിട്ടുകൊടുക്കാം. അപ്പൊ ആ രീതിയിൽ പോകുമ്പോൾ ജോലി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയുള്ളൂ. സോ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസിൽ നമുക്കറിയാം പല ഉദ്ദേശങ്ങളുണ്ട്. ജോലിയെ വ്യക്തമായിട്ട് വിലയിരുത്തിയാലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ചെയ്യണോ? നിങ്ങളിങ്ങനെ ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം നടത്താനായിട്ട് സാധിക്കും അല്ലെ. ഇതിന്റെ ഉദ്ദേശമാണ് ജോബ് അനാലിസിസ് നടത്തുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ വീണ്ടും ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ നിങ്ങൾ അതും കൂടി അല്ലെ നമുക്ക് കുറച്ചും കൂടി പറഞ്ഞു തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് ചാപ്റ്റർ രൂപേണ കണ്ടിന്യൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് നോക്കുക.
ഓക്കെ ആണോ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്പീഡ് കൂടുതലില്ലല്ലോ. ഇതാ സ്പീഡിൽ പോകുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ? ഓക്കെയാ. വീണ്ടും നോക്കാം. എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. നോക്കാം. ജോബ് അനാലിസിസ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ്. അതായത് ഒരു ജോലി പെർഫോം ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ നമുക്കറിയാം അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ജോബ് അനാലിസിസിന്റെ സഹായത്തോടു കൂടിയാണ് തീരുമാനിക്കുന്നത്. Point out education qualifications, level of experience and technical, physical, emotional and personal skills required to carry out a job in a desired fashion. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും എന്ത് തരത്തിലുള്ള കഴിവുകൾ അദ്ദേഹത്തിന് വേണം? ഇമോഷണലായിട്ട് വൈകാരികമായിട്ടുള്ള കഴിവുകൾ വേണം, അല്ലെ? ശാരീരികമായിട്ടും സാങ്കേതികപരമായിട്ടും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ അല്ലെ വിദ്യാഭ്യാസ യോഗ്യതകളും വേണം. അപ്പൊ അത് ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ കണ്ടെത്തേണ്ടതുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും പറയുന്നു എന്താണ്? ടെക്നിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ, പേഴ്സണൽ സ്കിൽസ് required to carry out the job desired fashion. Then the job objective is to put the right person at the right place. Then ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലാണ് റൈറ്റ് ആയിട്ട് ആ ഏതൊരു വേക്കന്റ് ആയിട്ട് അല്ലെ ഒരു ടെക്നീഷ്യന്റെ പോസ്റ്റ് ആയിരിക്കാം, ഒരു ക്ലർക്കിന്റെ പോസ്റ്റ് ആയിരിക്കാം, ഒരു ഡോക്ടറിന്റെ പോസ്റ്റ് ആയിരിക്കാം, നഴ്സിന്റെ അല്ലെങ്കിൽ പബ്ലിക് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഇതൊക്കെ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് അനുയോജ്യമായിട്ടുള്ള ഏത് യൂണിറ്റ് ആണോ അതിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ല്, കഴിവ്, നോളജ്, അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ അതനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെ അനുയോജ്യമായിട്ടുള്ള വ്യക്തികളുടെ അപേക്ഷകളിൽ നിന്ന് എന്താണ് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോസസ്സിൽ എടുത്ത് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? റൈറ്റ് പേഴ്സൺ ആയിട്ട് റൈറ്റ് പ്ലേസ് അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് അനാലിസിസ്. വായിക്കാൻ സമയം തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകട്ടോ. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് is done to check if goals and objectives of a particular job are met or not. അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെ അത് എങ്ങനെയാണെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. Job are met or not. It help in deciding the performance standards, evaluation criteria and individuals output. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് നമുക്ക് ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ ഇൻപുട്ട് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 യൂണിറ്റ് ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് 8 ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. സോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം 2 എണ്ണം കൂടി ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റാത്ത ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോവാം. കാരണം 10 എണ്ണമാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വിലയിരുത്തൽ ഉണ്ടാക്കേണ്ടത്. അതേപോലെ തന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു പേഴ്സണെ കൊണ്ട് ഇത്രയും പേർക്ക് സർവീസ് കൊടുക്കണമെന്നുണ്ടാവാം, പക്ഷെ അവർക്ക് അല്ലെ 3-5 പേർക്ക് സർവീസ് കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. സോ
അത് വിലയിരുത്താനായിട്ട് മെഷർ ചെയ്യാനായിട്ട് എന്താണ് ജോബ് അനാലിസിസിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അറിയാം അത് കൃത്യമായിട്ട് തന്നെ അളവുകൾ അല്ലെ അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് വിലയിരുത്തൽ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പെർഫോമൻസ് അനാലിസിസ് നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ അല്ലേ? ടെസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ ക്ലിയർ അല്ലേ? ഒരു പോയിന്റ് കൂടി നോക്കിയാലോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പെർഫോമൻസുകൾ വിലയിരുത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ എന്താണ് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ലക്ഷ്യമിടും അല്ലെ. നോക്കാം ജോബ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് എംപ്ലോയി അല്ലെ. തൊഴിലാളികളുടെ എന്താണ് അവിടെ പരിചയം അല്ലെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രെയിനിങ് ആവശ്യമാണ് എന്നുള്ളത് അല്ലെ അവിടെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു. അവർക്ക് ട്രെയിനിങ് വേണം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ് ആവശ്യമാണെന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു. The difference between the accepted and actual output determines the level of training that need to be imparted to employees. തീർച്ചയായിട്ടും നമുക്കറിയാം അവര് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം എക്സ്പെക്ട് ചെയ്യുന്നതിന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ നടപ്പാക്കി കൊടുക്കുന്നു. Then it also help in deciding the training content, tools and equipment to be used to conduct your training and the methods of training. ഓക്കെ ഇതില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രെയിനിങ്ങില് എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നു. tools and equipment to be used to conduct training. ട്രെയിനിങ്ങിന്റെ ടൈമിലാണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലെ നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷനിലെ പ്രാക്ടിക്കലി നോളജ് ഒക്കെ വളരെ കുറവായിരുന്നു അല്ലെ. അവിടെ എന്താണ് സാധാരണയായിട്ട് അക്കാദമിക് ആയിട്ടുള്ള അല്ലെ നമ്മുടെ എന്താണ് നോളജുകളൊക്കെ ജസ്റ്റ് അറിവുകൾ മാത്രം വികസിപ്പിച്ചെടുത്തിട്ടായിരിക്കും വരുന്നത്. പ്രാക്ടിക്കലി നോളജ് കൂടി ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് അറിയാം ഒരു ജോലി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് മനസ്സിലാക്കാനായിട്ട് അല്ലെ തീരുമാനിക്കാനായിട്ട് പറ്റുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഇൻഫോർമേഷൻസ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ നടത്തിയിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പങ്കുവെക്കും. അപ്പൊ എംപ്ലോയീസിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മെത്തേഡുകളൊക്കെ പഠിപ്പിച്ചൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ എന്താ പ്രത്യേകത അവരുടെ ഓരോ എംപ്ലോയീസിന്റെയും നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ ചെയ്യും. അതായത് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ഞാൻ എല്ലാ പോയിന്റ്സ് കൊടുക്കണില്ല. ഒരു ചെറിയ 1-2 പോയിന്റ്സ് കൂടി ഉള്ളൂ. നമുക്ക് ഉള്ള ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ കിടപ്പുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ആ വലിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അത് 5th ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് റിട്ടേൺസ് ആണ്. കേട്ടോ?
അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കൂടെ എടുക്കാം. മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. ചാപ്റ്റർ വലുതാണ്, എന്നാലും കുഴപ്പമില്ലാത്തതാണ്. അതായത് തൊഴിലാളികൾക്ക് കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, തൊഴിലുടമ എങ്ങനെയൊക്കെയാണ് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രാവലിംഗ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് പാക്കേജുകൾ, അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? സാലറിക്ക് അപ്പുറം അവർക്ക് വേണ്ടിയിട്ട് അല്ലേ കുറച്ച് ഓഫറുകളൊക്കെ കൊടുക്കും. ആ ഓഫറുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ടൈമിലൊക്കെ പേര് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലെ. ഇവിടെ ഒരു ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രോസസ് ഒരുപാട് പേര് ഈ ഓഫറുകൾ കണ്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു ചാപ്റ്റർ, അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇനി ഒരു 3 പോയിന്റ്സ് കൂടി ഉള്ളൂ, ഡിസ്കസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, അൺമ്യൂട്ട് ആക്കാതിരിക്കാൻ പാടില്ല. സോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള സെഷനാണ്. ഓരോ ടൈമിലും നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും എന്തായാലും വോയിസ് അൺമ്യൂട്ട് ആണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.